അബ്ദുല്ലാഹിബ്നു സബഅ ആണ് ഷിഈസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന വാദത്തിന് ആധാരമായ തൊബരിയിലെ റിപ്പോർട്ടുകൾ മത്റൂക്കും കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവനുമായ സൈഫ് ബിൻ ഉമർ വഴിയുള്ളതാണെന്നിരിക്കെ, ഹദീസ് നിയമപ്രകാരം ഇവ എങ്ങനെ ചരിത്രസത്യമായി സ്വീകരിക്കും? ആദ്യകാല ചരിത്രകാരന്മാരായ ബലാദുരിയോ യഅ്കൂബിയോ ഇബ്നു സബഇനെക്കുറിച്ച് പരാമർശിക്കാത്തതെന്ത്? പിൽക്കാല കിതാബുകളിലുള്ള റിപ്പോർട്ടുകളെല്ലാം മുൻകത്തിയല്ലേ? ഡോക്ടർ ത്വാഹ ഹുസൈൻ, ഷെയ്ഖ് അബൂ സഹ്റ തുടങ്ങിയ ആധുനിക ഗവേഷകർ പോലും ഇബ്നു സബഇ എന്നത് ഒരു മിത്താണെന്ന് വിലയിരുത്തുന്നുണ്ടല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ മതം മാറി വന്ന ഒരൊറ്റ യമനി ജൂതന് കേവലം 4-5 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് സ്വഹാബികളെയും താബിഈകളെയും വഴിതെറ്റിച്ച് ഒരു പുതിയ മദ്ഹബ് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നത് ചരിത്രത്തെ ലളിതവൽക്കരിക്കലല്ലേ? വ്യക്തമാക്കാമോ? ഒരു സ്വഹാബി ഒരു താബിയും ഇയാളെ കൊണ്ട് വഴിതെറ്റിയിട്ടില്ല. ലക്ഷക്കണക്കിന് സ്വഹാബികളെയും ലക്ഷക്കണക്കിന് താബികളെയും ഒക്കെ ലക്ഷക്കണക്കിന് സ്വഹാബികളൊന്നും വന്നില്ലല്ലേ. ഏതായാലും അള്ളാഹുവിന്റെ റസൂലിന് 1,24,000 സ്വഹാബികളാണ് ഉള്ളത്. അവിടുന്ന് ലേശങ്ങനെ കൂടി വരുന്നുള്ളൂ. പിന്നെ 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 സ്വഹാബി കൂടുമല്ലോ. നബി വഫാത്താവുന്നതോടുകൂടി വഫാത്താവുമ്പോഴും 1,00,000 ചില്ലാനും. അതുപോലെ കണക്കൂട്ടുമ്പോൾ നമ്മൾ വേണം, ഓരോരുത്തരും ഇങ്ങനെ ഉപയോഗിച്ചു വരുന്ന ഭാഷ ഇങ്ങനെ ഉപയോഗിക്കില്ല. ആകെ 1,24,000 സ്വഹാബികളെ ഭൂലോകത്തുള്ളൂ, ഉണ്ടായിട്ടുള്ളൂ. സ്വഹാബി പിന്നെ കൂടൂല. പിന്നെ വരുന്നത് താബിഈങ്ങളാണ്. അപ്പൊ ലക്ഷക്കണക്കിന് സ്വഹാബികളെയും താബിഈങ്ങളെയും വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഒരു താബിഈ ഒരു സ്വഹാബി ഇയാളൊപ്പം കൂടിയിട്ടില്ല. അങ്ങനെ കൂടിയ പോലെ സ്വഹാബി താബിഈ എന്ന് നമ്മൾ പറയില്ല. സ്വഹാബി താബിഈ എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ കൂടെ തന്നെ അനുഗാമികളായി ഇസ്ലാമിൽ ഉറച്ചുകൊണ്ട് അവരുടെ സുഹബത്ത് ലഭിച്ചു ഓല കൂടെ ജീവിച്ചവരാണ് താബിഈ. നബിയാണെങ്കിൽ വിശ്വാസിയായി ഒരു സെക്കൻഡ് നബിയോട് കൂടെ ജീവിക്കാൻ, നബിയുടെ സദസ്സിൽ ഒത്തുകൂടാൻ സൗകര്യം കിട്ടിയ ഒരു സ്വഹാബി. ഇവരാരും പേച്ചിട്ടില്ല. ഈ അബ്ദുല്ലാഹിബ്നു സബഇ ഷീഇസത്തിന്റെ ഉപജ്ഞാതാവാണ് എന്നൊന്നും ആരും പറയുന്നില്ല. ഷീഇസം എന്ന് പറയുന്നതിന് വിത്ത് പാകിയത് അബ്ദുല്ലാഹിബ്നു സബഇ എന്ന് പറയുന്ന ആളാണ് എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ചരിത്രം വിവരിച്ചിട്ടുള്ള ഷീഇസത്തിന്റെ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അകത്തുള്ളതല്ലേ. ഇസ്ലാമിക ചരിത്രത്തിന്റെ അകത്തുള്ള ആള് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിട്ടുള്ള പിഴഞ്ച കക്ഷിയാണല്ലോ ഷിയത്തു അലി എന്നുള്ള പേരിൽ വന്ന ഷിയത്തു അലി വിഭാഗവും അവരുടെ ആശയങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഷീഇസവും. അപ്പൊ ഇസ്ലാമിനകത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായി വ്യക്തമായി തന്നെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രം രേഖപ്പെടുത്തിയവരൊക്കെ പറയുന്നതാണ് അബ്ദുല്ലാഹിബ്നു സബഇ എന്നോ ഇബ്നു സൗദാ എന്നോ പറയുന്ന ഒരു ജൂതന്മാർ ഒരുപാട് ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വങ്ങളെ തകർത്ത്, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെയും റോമൻ സാമ്രാജ്യത്തെയും തകർത്തുകൊണ്ട് ഇസ്ലാം ജയിച്ച് മുന്നേറിയപ്പോൾ അവിടങ്ങളിലുള്ള ഒരുപാട് ജൂത ക്രിസ്തീയ വിഭാഗങ്ങൾ മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിം ആകാതെയും പല രാജ്യങ്ങളിലും അവരങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ട്. എന്ന് ഇസ്ലാം ഫത്ഹ് ചെയ്താലും ആ ഫത്ഹ് ചെയ്ത കാലത്തൊക്കെ അമുസ്ലിമീങ്ങളാണ് ഭൂരിപക്ഷം ലോകത്ത്. ഇസ്ലാം ജയിച്ചിട്ടുള്ള നാടുകളിലും അമുസ്ലിമുകൾ തന്നെയാണ്. മക്ക മദീന തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലാണ് അതിന് അപവാദമുള്ളൂ. ബാക്കി ഇടങ്ങളിലെല്ലാം ഇസ്ലാം ജയിച്ചടക്കിയ നാടാണെങ്കിലും ഇസ്ലാം കീഴടക്കിയ നാടാണെങ്കിലും ഇസ്ലാം പ്രചരിച്ച നാടാണെങ്കിലും അവിടങ്ങളിലൊക്കെ എല്ലാവരും മുസ്ലിമീങ്ങളായി മാറലല്ല. മുസ്ലിമീങ്ങളല്ലാത്ത വേദക്കാരെ പ്രത്യേകം നികുതി നിശ്ചയിച്ചുകൊണ്ടും അല്ലാത്തവരെ അഹുദും ഉടമ്പടികളും ഹുദനത്തും പ്രത്യേക വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് പാർപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെയും നിലനിന്നു പോരുന്നത്. ഏത് കാലത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ആ നിലക്ക് തന്നെ അബ്ദുല്ലാഹിബ്നു സബഇ എന്ന് പറയുന്ന ജൂതനെ പോലുള്ള ചില ആളുകൾ വേഷം മാറിയിട്ടും മുസ്ലിമായിട്ടും കടന്നു വന്നിട്ടുള്ളവർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അക്കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു സബഇ എന്ന് പറയുന്ന ആളുണ്ടാക്കിയ വാദം, ആദ്യമായി അദ്ദേഹം അള്ളാഹുവിന്റെ റസൂല് ഇനിയും രണ്ടാമതൊരു വരവ് വരും, വഫാത്തായിട്ടുണ്ടെങ്കിലും ഒരു രണ്ടാമതൊരു വരവ് വരും എന്ന റജഅത്തിന്റെ വാദമാണ്. ആ റജഅത്തിന്റെ വാദം അയാൾ ഉന്നയിക്കുമ്പോൾ അയാൾ നബിയുടെ തിരിച്ചുവരവിനെ യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവ് പോലെ, യേശുക്രിസ്തു ആകാശത്ത് നിന്ന് അവസാന കാലത്ത് വരുമല്ലോ, അങ്ങനെ വരുമെങ്കിൽ അതിനേക്കാൾ ഷറഫുള്ള നബിതങ്ങൾ എങ്ങനെ വരാതിരിക്കും എന്ന് മുസ്ലിമായി ചമഞ്ഞ്
മുസ്ലിമീങ്ങളായ ദുർബലർക്കിടയിൽ ഉണ്ടാക്കി വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മദീനത്ത് അയാളുടെ പരിശ്രമം വിജയിച്ചില്ല, മക്കത്തും അയാളുടെ പരിശ്രമം വിജയിച്ചില്ല. മക്ക മദീന തുടങ്ങിയതൊക്കെ ആകാഞ്ഞിട്ട് ഷാമിൽ പോയി. ആ ഷാമിലേക്ക് പോകുമ്പോൾ അലിയാരുടെ ശ്രേഷ്ഠതയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കുറ്റവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പ്രചരിപ്പിക്കുന്ന കാര്യമായ വാദങ്ങളൊക്കെ. അപ്പൊ ഷാമുകാരെ സംബന്ധിച്ചിടത്തോളം ഉമവികളാണ് അവിടുത്തെ അധികാരസ്ഥന്മാർ. ആ അധികാരസ്ഥന്മാരുടെ നാട്ടിൽ കൂടെയും അതുവരെ പോയില്ല. പിന്നീട് അദ്ദേഹം അലിയാരോടും നബി കുടുംബത്തോടും അങ്ങേയറ്റം സ്നേഹം നിലനിൽക്കുന്ന മിസ്റിന്റെ മണ്ണിലൂടെ പോയിട്ട് ആ മിസ്റിന്റെ മണ്ണിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാജ്യമാണ് മിസ്ർ. മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഫതഹ് ചെയ്ത നാടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മിസ്ർ. അപ്പം വൈകിയാണ്, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളും താബിഈങ്ങളും അല്ല അവിടെ, അത് ഫതഹ് ചെയ്യാൻ പോയവരേ ഉള്ളൂ. ആ നാട്ടുകാരതല്ല. ആ നാട്ടുകാര് മിസ്ർ എന്ന് പറയുന്ന ആഫ്രിക്കൻ മണ്ണിലുള്ള ആളുകളാണ്. വേദക്കാർ ആ കൂട്ടത്തിലുണ്ട്, ജൂതക്രിസ്തീയ വിഭാഗങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. അവർക്കിടയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അലിയാരോടും അതുപോലെ നബി കുടുംബത്തോടും ഇഷ്ടമുള്ള മുസ്ലിമീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്, മുസ്ലിമായവരിൽ. അവരിലൂടെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പഥ്യമായ അവരുടെ മതങ്ങളിൽ സാധാരണ പറഞ്ഞു വരുന്ന വാദങ്ങളോട് സമാനമാകുന്നതാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രചരിപ്പിച്ചപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഉസ്മാൻ എന്നവരോടുള്ള രോഷം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഇത് വരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇയാൾ വരുന്നത്. ഹിജറ 34 വർഷത്തിനാണ് ഇയാളുടെ ഇതുണ്ടാകുന്നത്. അപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ ഖിലാഫത്തും ഉമർ എന്നവരുടെ ഖിലാഫത്തും കഴിഞ്ഞ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖിലാഫത്തിന്റെ സുവർണകാലവും കഴിഞ്ഞിട്ടുണ്ട്. ആ സുവർണകാലത്തിന് ശേഷം ഇസ്ലാമിക ഫത്ഹ് മുഴുവൻ നിലച്ചപ്പോ ഇസ്ലാമിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ കീഴടക്കുന്ന ആ സമ്പ്രദായം നിലച്ചു. കാരണം ഒരുവിധം ചെന്നെത്താവുന്ന നാടുകളൊക്കെ ഇസ്ലാമിന്റെ കീഴിലായി. കാരണം ആഫ്രിക്കൻ മണ്ണിലെ മിസ്രൊക്കെ അടക്കം വന്നല്ലോ. പേർഷ്യൻ റോം സാമ്രാജ്യത്തിന് കീഴിലുള്ള നാടുകളൊക്കെയും വന്നു. അത്തരം ഒരു കാലത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് നിമിത്തങ്ങളുണ്ടായി. ആഭ്യന്തര കുഴപ്പങ്ങൾ, ഭരണപരമായിട്ടുള്ള കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാൻ തുടങ്ങി. അതേപോലെ അലി ഉസ്മാൻ എന്നിവർക്കിടയിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയും മികവും എന്ന കാര്യത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അലിയെ മുന്തിക്കുന്നവരുണ്ട്, ചിലർ ഉസ്മാൻ എന്നവരെ മുന്തിക്കുന്നവരുണ്ട്. ഖിലാഫത്ത് കിട്ടിയത് ഉസ്മാൻ എന്നവർക്കാണല്ലോ മൂന്നാമത്, അതുകൊണ്ട് അവരാണ് മുന്തിയത് എന്നാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. നമ്മുടെ പൊതു നിലപാട് അതാണ്. അലിയാർക്കാണ് അതിലേറെ ഇൽമും വിവരവും കഴിവും ധീരതയും എല്ലാം ഉള്ളത്. അതുകൊണ്ട് നബി കുടുംബം എന്ന പ്രത്യേകതയും ഉണ്ട്. അതുകൊണ്ട് അവരാണ് ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ സ്വഹാബത്തിന്റെ കാലം മുതലേ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തൊന്നുമല്ല, സുന്നത്ത് ജമാഅത്തിൽ നിന്നും പുറത്തൊന്നുമല്ല. പക്ഷെ ഖിലാഫത്ത് മൂന്നാം അധികാരം ഉസ്മാൻ എന്നവർക്ക് തന്നെയാണ്. നാലാമതാണ് അലിയാർ ഖലീഫയാവുള്ളൂ എന്ന് പറയണം. അത് രാഷ്ട്രീയമായിട്ട് വന്ന ഒരു സത്യമാണ്. ആ സത്യത്തെ നിരാകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ശ്രേഷ്ഠത ഏതാണ് എന്ന കാര്യത്തിൽ അബൂബക്കർ ഉമർ എന്നവരുടെ കാര്യത്തിൽ ശ്രേഷ്ഠത അവർക്ക് മാത്രമാണ്, അവർക്ക് ശേഷം മറ്റാരും എന്ന് അംഗീകരിക്കാതിരുന്നാൽ ബിദ്അത്താകും. അലി ഉസ്മാൻ എന്നവർക്കിടയിൽ ശ്രേഷ്ഠത ആർക്കാണ് എന്ന് പറഞ്ഞതിൽ ആർക്കും ബിദ്അത്ത് വരാനില്ല. എങ്കിലും അഹ്ലുസുന്നത്തിന്റെ മുഖ്യധാര ബഹുഭൂരിപക്ഷവും പറയുന്നതും പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് മൂന്നാം സ്ഥാനം ഉസ്മാൻ എന്നവർക്കാണ്, നാലാം സ്ഥാനം അലിയാർക്കാണ് എന്നാണ്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിനിടയിൽ ഉസ്മാൻ എന്നവരെക്കാൾ മുന്തിയത് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശയങ്ങൾക്ക് ആളുകൂടും. പിന്നെ അലിയാരുടെ ശ്രേഷ്ഠത പറഞ്ഞു പൊക്കിയിട്ടാണല്ലോ അലിയാരാണ് റസൂലുള്ളാഹിന്റെ വസിയാണ് എന്നൊക്കെ പറയുന്നത്. അതായത് ഭരണാധികാരൻ നബിതങ്ങൾ തന്റെ ശേഷം വസിയത്ത് ചെയ്ത് അലിയാർക്കാണ്. അലിയാർക്കുള്ള ആ വസിയത്തിന്റെ അധികാരം പിടിച്ചതാണ് ബാക്കി 3 ഭരണാധികാരികളും എന്നൊക്കെ ഷിയാക്കളുടെ പിന്നീട് വന്ന അവർ സ്ഥാപിച്ചെടുത്തിട്ടുള്ള വലിയ സംഗതികളാണ്. അത് സ്ഥാപിക്കുന്നതിന് മുൻപ് അലിയാരാണ് വസി എന്നും അലിയാരാണ് നബി ഉപദേശിച്ചിട്ട് വസിയത്ത് ചെയ്ത് അധികാരം കൊടുത്ത് ഏൽപ്പിച്ച ആൾ എന്നൊക്കെ പറയുന്ന വാദങ്ങൾ നാമ്പെടുക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സബഈന്റെ പ്രചാരണത്തിലൂടെ. അപ്പോ ഷീഇസത്തിന് ഉയർന്നു വരാൻ പറ്റുന്ന
അലിയാരെ മറ്റുള്ളവരെക്കാൾ മുന്തിക്കുകയും അബൂബക്കർ ഉമർ എന്നിവരൊന്നും യഥാർത്ഥത്തിൽ ഖിലാഫത്തിന് അർഹരല്ല, നബിയുടെ പിൻഗാമിയാകാൻ അർഹരല്ല എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിനുള്ള നാമ്പുകളും അടിസ്ഥാന മൊഴികളും മുസ്ലിമീങ്ങൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും പ്രചരിപ്പിക്കാൻ വേണ്ടി അയാൾ പരിശ്രമിച്ചു. അയാളും കുറെ സംഘങ്ങളും സാധുക്കൾ ചിലരൊക്കെ അതിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടാകും. ജൂതന്മാര് ക്രിസ്ത്യാനികൾ അതിനെ പെരുപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഭരണത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നിൽ കൂടിയിട്ടുണ്ടാകും. പക്ഷെ ഒന്ന് യാഥാർത്ഥ്യമായി, ഉസ്മാൻ എന്നവർക്കെതിരിൽ മിസ്റിൽ നിന്നും വിപ്ലവം പുറപ്പെട്ടു. മിസ്റുകാർ വന്ന് ഉസ്മാൻ എന്നവരെ വീട്ടുതടങ്കലിലാക്കി. ആ വീട്ടുതടങ്കലിലാക്കിയ ഉസ്മാൻ എന്നവർ കൊല്ലപ്പെട്ടു. ഇതൊരു പരമ യാഥാർത്ഥ്യമല്ലേ? ഇതിനാധാരമാകുന്ന മിസ്റുകാരുടെ വരവും മിസ്റുകാരുണ്ടാക്കാനൊക്കെ ഇടയാക്കിയത് അബ്ദുല്ലാഹിബ്ൻ സബ ഒക്കെ അവിടെ പോയിട്ട് പ്രചരിപ്പിച്ച പ്രചാരണങ്ങളാൽ പിരിമുറുക്കം വന്ന ആൾക്കാരാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ വന്നത് എന്നാണ് മുസ്ലിം ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ചരിത്രകാരന്മാർ പറയുമ്പോൾ ആദ്യമായി ചരിത്രഗ്രന്ഥം ആധാരമാക്കി എല്ലാവരും സ്വീകരിക്കുന്ന ഇമാം തൊബരിയുടെ ഗ്രന്ഥമാണ്. ഇമാം തൊബരിയുടെ ഗ്രന്ഥത്തിൽ ഇമാം തൊബരി ഉദ്ദേശിച്ചത് സൈഫ് ബിൻ ഉമർ എന്ന റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സൈഫ് ബിൻ ഉമർ എന്ന് പറയുന്ന ആള് ഇതിൽ പറഞ്ഞതുപോലെ കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആള് മത്റൂക്ക് എന്ന് പറയുന്നതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചരിത്രത്തിൽ അവലംബമാക്കാൻ പറ്റുന്ന ഉംദയാകുന്നു എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. ഉംദത്തും ഫി താരീഖ്, മഹാനായ ഇബ്നു ഹജർ അസ്കലാനി തന്റെ തഖരീബിൽ പറയുന്നത് ഉംദത്തും ഫി താരീഖ്, ചരിത്ര വിഷയത്തിൽ അദ്ദേഹം പ്രമാണയോഗ്യരാകാൻ പറ്റുന്ന മഹാനാണ്. ലഈഫും ഫിൽ ഹദീസ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ലഈഫാണ്. ലഈഫാണ് എന്ന് പറഞ്ഞാൽ മത്റൂക്കാണ് എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. ലഈഫാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ആ സനദ് സ്വഹീഹല്ല. സ്വഹീഹാകണമെന്നില്ല ചരിത്ര വിഷയത്തിന് തന്നെ. തഫ്സീറിന്റെ വിഷയത്തിനോ ചരിത്ര വിഷയത്തിനോ ഹദീസ് സ്വഹീഹാകണമെന്നില്ല. ഖുർആനിന്റെ വിവരണമായിട്ട് വരാൻ സ്വഹീഹല്ലാത്ത ഹദീസ് മതി. ചരിത്രത്തിന്റെ കാര്യങ്ങൾ പറയാനും സ്വഹീഹല്ലാത്ത ആളുകൾ പറഞ്ഞാൽ മതി. ചരിത്രം പറയാൻ ആരെയും സ്വഹീഹ് കിട്ടണത്? ഏതെങ്കിലും ആ വീട്ടിൽ അത് നടന്നു, ഏതെങ്കിലും ഈ വീട്ടിൽ ഇത് നടന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു, ഇതല്ലേ ചരിത്രം. ആ ചരിത്രം പറയാനൊക്കെ സ്വഹീഹിന്റെ ഷർത്തുകളൊത്ത ആൾക്കാരെ തന്നെ നീതിമാന്മാരെ കിട്ടുമോ എവിടെയെങ്കിലും? ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇന്ത്യ രാജ്യത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഹദീസിന്റെ പണ്ഡിതന്മാർ നിര നോക്കുന്ന സിഹാഹിന്റെ ഷർത്തുകളൊക്കെ ഒത്ത ആൾക്കാർ ആരെങ്കിലും ചരിത്രം പറയാൻ കിട്ടുമോ? അത് ഏതെങ്കിലും കാലത്ത് കിട്ടുമോ? ചരിത്രത്തിന് കിട്ടൂല. കാരണം ഒരു വീട്ടിൽ നടന്ന സംഭവം, ഒരു ഭരണത്തിൽ നടന്ന സംഭവം, ഒരു നാട്ടിൽ നടന്ന സംഭവം ഒക്കെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങളൊക്കെ പറയാൻ ഹദീസിന്റെ ഷർത്തത്തെ ആളുകളുടെ പതിവുകളും അവരുടെ സൂക്ഷ്മതയൊന്നും ആരും നോക്കൂല. അതുകൊണ്ട് തന്നെ താരീഖിന്റെ വിഷയത്തിലും അതുപോലത്തെ വിഷയങ്ങളിലൊന്നും ഹദീസ് സ്വഹീഹാവുക എന്നുള്ള ഒരു നിബന്ധനയെ മുഹദ്ദിസുകൾ ആരും വെച്ചിട്ടില്ല, ഒരു കുട്ടിയും വെച്ചിട്ടില്ല. ഇതൊക്കെ ഈ പുത്തൻവാദികളെ പോലത്തെ ആളുകൾ ഉണ്ടാക്കി തീർത്ത ഓരോരോ സംഗതിയാണ്. ചരിത്രം കിട്ടണമെങ്കിൽ വിലപ്പെട്ടത് വേണം, അത് കിട്ടണമെങ്കിൽ വിലപ്പെട്ടത് വേണം. ആകെ ഉള്ളത് ദീനിന്റെ അഹ്കാമുകൾ സുബൂത്താക്കാൻ സ്വഹീഹായ ഹദീസ് അല്ലെങ്കിൽ ഹസനായ ഹദീസ്. സ്വഹീഹ് തന്നെ രണ്ട് തരം സ്വഹീഹ് ഉണ്ട്, സ്വഹീഹുല്ലി ദാത്തിഹി സ്വഹീഹുല്ലി വൈരിഹി. ഹസന് തന്നെ ഹസനുല്ലി ദാത്തിഹി ഹസനുല്ലി വൈരിഹി. ഈ 4 ഇനം കൊണ്ടും അഹ്കാമുകൾ സുബൂത്താക്കാം. അഹ്കാമുകൾ സുബൂത്താക്കാൻ ഇത് വേണമെന്നേ ഉള്ളൂ. അഹ്കാമുകൾ സുബൂത്താക്കുന്നിടത്തെ ഈ വ്യവസ്ഥ ഒരു കൂട്ടം ആളുകൾ വെച്ചിട്ടുള്ളൂ. ഷാഫി മദ്ഹബർക്കാണ് അതിൽ കാര്യമായ നിഷ്കർഷ, ഇമാം ഷാഫി തങ്ങൾക്കും. നേരെ മറിച്ച് ഇമാം അബൂ ഹനീഫക്ക് ആ നിഷ്കർഷയില്ല, മറ്റു മദ്ഹബർക്കൊന്നും ആ നിഷ്കർഷല്ല. ഹദീസ് തന്നെ വേണമെന്നില്ല. ഒരു സ്വഹാബിന്റെ മൊഴി കിട്ടിയാൽ അത് പ്രമാണമാക്കി അഹ്കാമുകൾ സുബൂത്താക്കുന്നവരാണ് 4 മദ്ഹബിൽ മറ്റെല്ലാ മദ്ഹബുകാരും. നമ്മളെ മദ്ഹബിൽ മാത്രമേ സ്വഹീഹായ ഹദീസിന്റെ ഉള്ളൂ. ആ സ്വഹീഹായ ഹദീസ് തന്നെ അഹ്കാമിന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വസ്തുത ഒരുപാട് ആളുകളുടെ പരക്കെയുള്ള നുണപ്രചാരണത്തിൽ വിസ്മൃതമാവുകയും മൂടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പം ഉണ്ട്. ഇപ്പൊ എല്ലാ നാടന്മാരും സ്വഹീഹായ ഹദീസ് ഉണ്ടോ, സ്വഹീഹായ ഹദീസ് ഇല്ല അറിയുമ്പോൾ അതോടുകൂടെ കുഴങ്ങി മനുഷ്യന്മാർ. സ്വഹീഹായ ഹദീസ്, ഈ ചരിത്രത്തിനൊന്നും സ്വഹീഹായ ഹദീസ് വേണ്ട, തഫ്സീറിനും സ്വഹീഹായ ഹദീസ് വേണ്ട. സ്വഹീഹായ ഹദീസ് വേണം എന്ന് ആരാണോ ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ ആ മഹാന്മാരാ പറയുന്നത് അഹ്കാമിനാണ് പറഞ്ഞത്, താരീഖിനല്ല, തഫ്സീറിനല്ല, തബറുക്കിനല്ല. ഈ വിഷയത്തിനൊന്നും സ്വഹീഹായ ഹദീസ് ആവണമെന്നില്ലാന്ന്. സ്വഹീഹായ ഹദീസ് വേണമെന്ന് ആരാ പറഞ്ഞത്? അതിനാരാ വ്യവസ്ഥ നിശ്ചയിച്ചത്? സ്വഹീഹായ ഹദീസാകാൻ എന്തൊക്കെയാ വേണ്ടത് എന്ന് ആരാണോ നിയമം പറഞ്ഞത് അവനാണിത് പറയുന്നത്. മത്റൂക്ക് എന്ന് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്
ഇബ്നു ഹിബ്ബാൻ എന്ന് പറയുന്ന ഒരു മഹാൻ മുഹദ്ദിസീങ്ങളുടെ കൂടെ അവർ മാത്രമാണ് ഇദ്ദേഹത്തെ കുറച്ച് അധികം പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കൂടുതൽ. സൈഫ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ആളെ ഇദ്ദേഹത്തിന്റെ ഫുതൂഹ് നോക്കിയിട്ട് ഫുതൂഹ് ഷാം എന്ന പേരിലും ഇസ്ലാമിന്റെ ഫത്തഹുകളുടെ പേരിലും വിവരിക്കുന്ന ഗന്ധങ്ങളുണ്ട്, താരീഖിന്റെ ഗന്ധം വേറെയുമുണ്ട്. ആ ഗന്ധത്തിലൊക്കെയും സൈഫിനെ അവലംബിച്ചുകൊണ്ട് അനേകം മുഹദ്ദിസീങ്ങൾ പറയും. ഹദീസിന്റെ സിഖത്തും അല്ലാത്തതും നോക്കി കാര്യങ്ങൾ നല്ലപോലെ നിരൂപിക്കുന്നവരാണ് അല്ലാമ ഇബ്നു കസീർ. അദ്ദേഹവും ഈ സൈഫിന്റെ റിപ്പോർട്ടാണ് ചരിത്രത്തിൽ കൊടുക്കുക. അപ്പൊ ചരിത്രത്തിൽ കൊടുക്കാത്ത, ചരിത്രം പറഞ്ഞ ആരുമില്ല ഇത് പറയാത്തവരായി, ഇബ്നു സബഈന്റെ കഥ പറയാത്തവരായി ചരിത്രം പറഞ്ഞ ആരുമില്ല, ഒരാളുമില്ല. അല്ലാമ ഇബ്നു കസീർ അബ്ദുല്ലാഹി ഇബ്നു സബഈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞത് താഹ ഹുസൈൻ, ഷെയ്ഖ് അബൂ സഹ്റ എന്നീ ഗവേഷകർ ഇബ്നു സബഈ എന്നതൊരു മിത്താണെന്ന് വിലയിരുത്തിയെന്നാണ്. താഹ ഹുസൈൻ, അബൂ സഹ്റ എന്നൊക്കെ പറയുന്നത് അസ്ഹരികളാണ്, ആധുനിക അസ്ഹരികൾ. ജാമിഉൽ അസ്ഹർ ഉണ്ടായതിനു ശേഷം ജാമിഉൽ അസ്ഹറിന്റെ സന്തതികളാണ് ഇവരൊക്കെ. അതിൽ താഹ ഹുസൈനെ ഞാൻ ഇക്കാര്യത്തിൽ വായിച്ചിട്ടില്ല. അദ്ദേഹം എന്താണ് അബ്ദുല്ലാഹി ഇബ്നു സബഈനെ കുറിച്ച് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അബൂ സഹ്റയെ സംബന്ധിച്ചിടത്തോളം അബൂ സഹ്റയുടെ താരീഖിന്റെ കിതാബുകൾ, താരീഖുൽ മദാഹിബ് വിവരിക്കുമ്പോൾ ഷീഇസത്തിന്റെ ഈ വിത്ത് പാകിയത് ഇയാളാണ് എന്ന് പലയിടത്തും അദ്ദേഹം പറയുന്നു. അബൂ സഹ്റ പറയുന്നിടത്തൊക്കെ ഇബ്നു സബഈനെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു സബഈ മിത്താണ് എന്ന് ആൾ പറഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇയാൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷീഇസത്തിന്റെ നാമ്പുകൾ വിതറിയത്. ഈ ചിന്തക്കുള്ള അടിസ്ഥാന ബീജാവാപം നൽകാന്നൊക്കെ പറയില്ലേ, ആ ജാതികളൊക്കെ നടത്തിയത് ഇയാളാകുന്നു. ഇയാൾ വളർത്തിയ ആ ഇതിലൂടെയാണ് ഇത് വളർന്നു വന്ന് അങ്ങനെ ഒരു ഷിയാക്കൾ എന്ന പേരിൽ അലി അവരുടെ ഇഷ്ടക്കാരായിട്ട് ഒരു സംഘം വന്ന് അവർ പിൽക്കാലത്ത് വന്ന് അധികാരങ്ങളൊക്കെ കൈയാളി. ഇപ്പത്തെ അധികാരത്തിൻ്റെ ഇത് കൊണ്ടിട്ട് ഷിയസത്തെ കൂട്ടാൻ പറ്റില്ല. പഴയ കാലത്ത് അങ്ങനത്തെ അധികാരങ്ങളൊന്നുമില്ല, അധികാരമില്ലാത്ത കാലമായിരുന്നു അവർക്ക്. അങ്ങനെയുള്ള കാലം ഉമവി ഖിലാഫത്തിലോ അബ്ബാസി ഖിലാഫത്തിലോ ഇവർക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല. അത് നിലച്ച ശേഷമാണ് ഇവരിൽ ഫാത്തിമി ഭരണകൂടവും മറ്റേ ഭരണകൂടമൊക്കെ ഉണ്ടായിട്ട് അധികാരത്തിലൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു സബഈ നടക്കുന്നത് ഹിജ്റ 34. ഹിജ്റ 34 നടക്കുന്ന ഈ സംഭവം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അന്ന് ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു കക്ഷി ഉടലെടുക്കുന്നില്ല, ഷിയാക്കൾ എന്ന പേരിൽ വന്നിട്ടുമില്ല. അവർക്ക് വരാൻ ഷിയത്തു അലി എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് കടന്നു വരാനുള്ള പഴുത് അലിയാരെ പുകഴ്ത്തി മാനത്തോളം ഉയർത്തിയിട്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത വസീയ് സ്ഥാനവും മറ്റും സങ്കല്പിച്ചു കൊടുക്കലാണ് അതിന് നിമിത്തമായത്. ഈ ചരിത്രമാണ് തൊബരി പറഞ്ഞത്. ഈ ചരിത്രമാണ് സൈഫ് ഇബ്നു ഉമർ റിപ്പോർട്ടായിട്ടുള്ളത്. സൈഫ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും അഗണ്യകോടിയിലേക്ക് തള്ളപ്പെടേണ്ട ആളോ ഹദീസില്ല സ്വീകാര്യനോ അല്ല. ഹദീസിൽ സ്വഹീഹ് എന്ന് പറയാൻ അദ്ദേഹത്തെ പറ്റില്ലെങ്കിലും ലഈഫാണ്. ലഈഫ് 2-3 സനദുകൾ കൂടിയാൽ ചിലപ്പോൾ അത് ഹസനായി മാറും. അപ്പൊ സ്വീകാര്യമായ അഹ്കാമിൽ എന്നെ ലക്ഷ്യം സ്വീകരിക്കാൻ പറ്റുന്നതായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലഈഫും ബിൽ ഹദീസ് എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ പറ്റത്തള്ളേണ്ടതില്ല. അങ്ങനത്തവൻ ഇങ്ങനത്തവൻ എന്നൊക്കെയാണ്, കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ സൈഫ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് പറയാനേ പാടില്ല, പ്രയോഗിക്കാൻ പറ്റാത്ത ഭാഷയാണത്. അതേപോലെ തന്നെ സൈഫ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ആൾ താരീഖാണ് ഉംദയിൽ എന്നും താരീഖിൽ അദ്ദേഹത്തെ ഏറ്റവും പ്രമാണിച്ചുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുമെന്നും മഹാനായ ഹാഫിദ് ബിൻ ഹജർ അസ്കലാനി തങ്ങളവറുകൾ തന്റെ ഹദീസിന്റെ പണ്ഡിതന്മാർ വിവരിക്കുന്ന ലൈഫും മറ്റൊക്കെ വിവരിക്കുന്ന തഖ്രീബ് എന്ന കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സംഭവം പറയാത്ത ഒരു ഇസ്ലാമിക ചരിത്രവുമില്ല. ഇബ്നുൽ അസീറിന്റെ ചരിത്രത്തിലും അതുപോലെ തന്നെ തൊബരിയുടെ ചരിത്രത്തിലും അല്ലാമ ഇബ്നു കസീറിന്റെ ചരിത്രത്തിലും ഇസ്ലാമിക ഖിലാഫത്തിന്റെ കാലത്തെ ചരിത്രം പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഹിജ്റ 34 ചരിത്രം പറഞ്ഞവരെല്ലാം ഇബ്നു സബഈന്റെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്വഹീഹായ ഹദീസിന്റെ ആവശ്യമില്ല. ചരിത്രം എന്ന ഫന്നിൽ തന്നെ അങ്ങനെ ഒരു ആവശ്യമില്ല. അങ്ങനെ വന്നാൽ ചരിത്രം എന്ന ഒരു ഫന്ന് തന്നെ ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് പരമാർത്ഥം. ഏത് ലോകത്തും നമ്മളെ ചരിത്രത്തിൽ അങ്ങനെ തന്നെ ഹിസ്റ്ററിക്ക് അങ്ങനെ വലിയ പ്രമാണയോഗ്യമായ വലിയ ഖണ്ഡിതമായ പ്രമാണങ്ങൾ വേണ്ടതില്ല എന്നതാണ് പൊതു നിയമം. അത് സാധ്യമില്ല. കാരണം കേട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ചരിത്രം. അത് അത്യാവശ്യം നല്ല നോക്കാൻ ചരിത്രത്തിൽ പറ്റുന്ന രേഖകളുണ്ട്, സംഗതികളൊക്കെ നോക്കാൻ. ആ രേഖകൾ വെച്ച് ചരിത്രത്തെ ഉറപ്പുവരുത്താൻ കഴിയും. ഇതനുസരിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടു എന്നും
ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വിപ്ലവത്തിന് മിസ്റുകാർ വന്നു എന്നുള്ളത് മതിയല്ലോ. മിസ്റിൽ ഇയാൾ പിത്തനുണ്ടാക്കിയെന്ന് ഉസ്മാൻ അതിൽ കലാപുണ്ടാക്കിയെന്ന് പറയാം. ഇത് സംഭവമല്ലേ? ഈ സംഭവത്തെ തുടർന്ന് തന്നെ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അങ്ങനെ തെളിഞ്ഞ ഇസ്ലാമിക ചരിത്രങ്ങളെല്ലാം വിവരിച്ച ഷിയയിസത്തിനെ കരുത്തോട് വിവരിക്കുന്നവരെല്ലാം പറഞ്ഞിട്ടുള്ള സംഭവമാണ് അബ്ദുല്ലാഹിബ്നു സംഭവം. ആ സമയത്ത് ഇപ്പൊ ഷിയയിസത്തിന്റെ വക്താക്കളാക്കിയിട്ട് അതിന് ആളുകൾ ഉണ്ടാക്കാൻ വല്ല മാർഗം ഉണ്ടോന്ന് ഇറാന്റെ ഇപ്പോഴത്തെ പ്രാമാണികതയുടെ കാലം നോക്കിയിട്ടും, ഇറാൻ എന്ന് പറയുമ്പോഴേക്കും മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന ഒരു അനുകൂല തരം കണ്ടല്ലോ. ഇപ്പോ അതൊക്കെ നോക്കിയിട്ട് വല്ലവരും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന ഫിത്നകളും അവർ നമ്മൾ പറഞ്ഞു വരുന്ന ചരിത്രത്തെ വളരെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടും അത് അടിസ്ഥാനരഹിതമാണെന്നാക്കാൻ വേണ്ടിയിട്ടും പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ മാത്രമാണിത് എന്ന് കണ്ടു വിലയിരുത്തേണ്ടതാണ്.